തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്റെ ദിവ്യപ്രഭേ, നീ ഒന്നിൽ ഹിന്ദി പറ അല്ലെങ്കിൽ മലയാളം പറ. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരുമാതിരി ഹിന്ദോളാക്കാതെ. തുമാരി സാത്ത് രഹനെ ബാത്, അല്ലെങ്കിൽ വേണ്ട മലയാളം പറയാം. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ മുംബൈയിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ആകെ എനിക്ക് കിട്ടിയത് ഈ ഹിന്ദിയാ. അത് മറക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിയാലേ. ഇനി നമുക്ക് കോൺഫറൻസ് ഹാളിലേക്ക് പോ. ആരും ചൈത്രമോളും ഇങ്ങോട്ട് വന്നോളന്നാ പറഞ്ഞേ. വന്നിട്ടെന്തിനാ? എന്റെ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് പരസ്പരം തമ്മി തല്ലി ഇനി എന്നെ നാണം കെടുത്താനോ? അല്ല, മിഥുൻ വന്നില്ലേ? മിഥുൻ ബേട്ട പാർട്ടിയുടേതോ മാർച്ചിലായിരുന്നു. വന്നോണ്ടിരിക്കാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. സ്വാമിനാഥൻ ഇന്ന് എന്റെ കൂടെ ഇല്ല. അതുകൊണ്ട് മിഥുൻ വന്നിട്ട് മീറ്റിംഗ് തുടങ്ങുന്നുള്ളൂ. ഹേ ഭഗവാൻ, നമ്മുടെ മിഥുൻ ബേട്ട ബഹുത് ഭാഗ്യശാലിയാ. ഭയ്യയ്ക്ക് സ്വന്തം മക്കളേക്കാൾ കാര്യം നമ്മുടെ മിഥുൻ ബേട്ടയാ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഭയ്യയുടെ കൂടെ അകത്ത് പോയി നിൽക്ക്. നമുക്ക് ഇവിടേക്ക് വലിയ പിടിപാടാണെന്ന് ഈ ഓഫീസിലുള്ളവരൊക്കെ തോന്നിക്കോട്ടെ. ജാവോ ജാവോ പോ. അതെ, നിങ്ങളൊന്ന് കറങ്ങിട്ട് വാ. ഞാൻ ഈ മീറ്റിംഗ് തീർത്തിട്ട് വേഗം വരാം. ശരി. എന്നിട്ട് നേരെ സ്റ്റേഷനിൽ പോയി അറസ്റ്റ് വരിക്കാം. ശരി എംഎസ്എ. ഓക്കെ. ബേട്ട മീറ്റിംഗ് തുടങ്ങാറായി, ജൽദി ആവോ ആവോ എന്ന് പറഞ്ഞ യുവജന മാർച്ച് തീരണ്ടേ മമ്മി? ഞാൻ ഇടയ്ക്ക് വെച്ച് പോന്ന പാർട്ടിയിൽ എന്റെ ഫാൻസ് മുഴുവൻ മുങ്ങില്ലേ? അത് പാർട്ടിക്ക് വലിയ ക്ഷീണമല്ലയോ? ഒടുവിൽ ആരോ പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ടപ്പോ ഞാൻ ഇങ്ങി പോന്നു. ഇനി സ്റ്റേഷനിൽ പോയി അറസ്റ്റ് വരിക്കണം. അല്ലെങ്കിൽ പോലീസുകാർ ലാത്തി എടുക്കുന്നിടത്ത് നീ ഉണ്ടാവില്ലല്ലോ. തൂ ഭാഗ് ജാവോഗേ. അതൊന്നും അല്ല, ഞാനില്ലാതെ അങ്കിള് പ്രധാനപ്പെട്ട തീരുമാനമൊന്നും എടുക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ മമ്മി ഇങ്ങ് വന്നേ. ബേട്ടാ ആ മിഥുൻ വന്നിരിക്കെ, നമുക്ക് തുടങ്ങാം. ഇപ്പോ ഇവിടെ പ്രപ്പോസൽ വന്നിരിക്കുന്നത് SP ഗ്രൂപ്പ് ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു ബിസിനസ്സാണ്. ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടും ഇനിയൊരു ബിസിനസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാനിത് ആദ്യം റിജക്ട് ചെയ്തതാണ്. പിന്നെ സ്വാമിനാഥന്റെയും മിഥുന്റെയൊക്കെ നിർബന്ധപ്രകാരമാണ് ഞാനിതിന് വഴങ്ങുന്നത്. ഇത്തരമൊരു ബിസിനസ് ലാഭകരമായി നടത്താനാവുമെന്ന് സ്വാമിനാഥൻ എന്നെ ബോധ്യപ്പെടുത്തിയപ്പോ ഭാവിയിൽ ഇതിനുള്ള സാധ്യതകളെ കുറിച്ച് മിഥുനാണ് പറഞ്ഞത്. അവരെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നേതൃത്വത്തിലുള്ള SP ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന അവസാനത്തെ ബിസിനസ് ആയിരിക്കും ഇത്. ഇങ്ങനെയൊന്ന് ഇനി ഉണ്ടാവില്ല. താങ്ക് യു സർ. ഓക്കെ. Thank you and all wishes. ഇരിക്കും. പുതിയ ബിസിനസിന്റെ ചുമതല മിഥുനെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്റെ തിരക്കുകൾ ഞാൻ അങ്കിളിനോട് പറഞ്ഞത്. നിസ്വാർത്ഥമായ ജനസേവനമല്ലാതെ മറ്റൊരു ലക്ഷ്യം എനിക്കില്ല. എനിക്ക് ബിസിനസ് ചെയ്യാനും അറിയത്തില്ല. മിഥുൻ ബേട്ടയ്ക്ക് പകരം പയ്യെ എനിക്ക് ഉത്തരവാദിത്തം തരും. നടന്നത് തന്നെ കണ്ടോ. മിഥുൻ താല്പര്യക്കുറവ് പറഞ്ഞ സ്ഥിതിക്ക്
പുതിയ ബിസിനസിന്റെ ചുമതല തൊഴിലാളികൾക്ക് തന്നെ ആയിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് വേണ്ടി സ്വാമിനാഥനായിരിക്കും മുന്നിലുണ്ടാവുക. അത് നടക്കില്ല.